ഹായ്. എനിക്ക് ഇതെത്രത്തോളം ക്ലാരിറ്റി സൗണ്ടിനും വീഡിയോയ്ക്കും ഉണ്ടോയെന്നറിയില്ല. ഇതെൻ്റെ ഒരു ഡെയിലി വാക്കാണ്, ഈവനിങ് വാക്കാണ്. പക്ഷേ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ മീൻസ് ഈ ചാനലിലേക്ക് കുറച്ച് നാളിന് ശേഷമാണ് വരുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം തോന്നും. കാരണം ഇത് ഓൾറെഡി ഡിസിപ്ലിൻഡ് ആൻഡ് അവർക്ക് ചലഞ്ചസ് ഒന്നും ലൈഫിൽ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ദേ ഹാവ് സെറ്റ് റൂട്ടീൻസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നില്ല. കാരണം ഇത് നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മളുടെ ഡിസിപ്ലിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചും നമ്മുടെ ആക്ഷൻസ് എങ്ങനെ ഓട്ടോമാറ്റിക് ആക്കുന്നത്, അത് മീൻസ് റുട്ടീൻസ് എങ്ങനെ ഓട്ടോമാറ്റിക് ആക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. കാരണം പല ആൾക്കാരും മീൻസ് ഇൻക്ലൂഡിങ് മീ, നമുക്ക് ടൈം ഉള്ളപ്പം എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാം, നമ്മുടെ റുട്ടീൻസ് ചെയ്യാം. ഇവൻ നമ്മുടെ വാക്കിംഗ് ആണെങ്കിലോ നമുക്ക് സ്റ്റഡീസ് ആണെങ്കിലോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു സെറ്റ് ടൈമിൽ ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മീൻസ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം എത്ര ട്രൈ ചെയ്താലും എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഫ്ലക്ച്വേറ്റ് ആയി പോകുമായിരുന്നു. ബട്ട് ഈ ഒരു വോക്ക് ഈവനിങ്ങിലുള്ളത് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 വർഷമായി ചെയ്യുന്നുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ. ഇതിന് കുറേ ട്രിക്കുകൾ ഞാൻ ശ്രമിച്ചിരുന്നു. കാരണം പലപ്പോഴും നമ്മളുടെ ഡിസിപ്ലിൻ്റെ കോട്ട പലപ്പോഴും തകർന്നു പോകും. തകർന്നു പോകാതിരിക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് പലതും നമ്മൾ ഫോളോ ചെയ്യണം. അത് പ്രധാനമായിട്ടും വേണ്ടുന്നത് നമ്മളുടെ എൻവയോൺമെൻറ്റാണ്, നമ്മുടെ ഫോക്കസാണ്. കാരണം ഇപ്പോൾ ആരൊക്കെയോ നമ്മൾ പലപ്പോഴും പല വീഡിയോകളിൽ ഇപ്പം കാണുന്നുണ്ട്, നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഒരാളുടെ അറ്റൻഷനാണ്. മീൻസ് പേഴ്സണലി നമ്മുടെ ഹെൽത്തും വെൽത്തും ഒക്കെയാണ്. പക്ഷേ എന്നാൽ പോലും അതിനേക്കാട്ടിലുപരി ആൾക്കാരെല്ലാം ഒരാളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതായത് ബേസിക്കലി അഡ്വർടൈസ്മെൻറ്റുകളിലൂടെയും ബിൽ ബോർഡുകളിലൂടെയും പിന്നെ എന്താ പറയുന്നത് ഓരോ പ്രൊജക്റ്റുകളിലൂടെയൊക്കെ ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ വേൾഡിൽ നിന്ന് നമ്മളൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അത്യന്തം കഠിനമായ രീതിയിൽ നമ്മൾ ഡിസിപ്ലിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പിയർ ഗ്രൂപ്പ്സിനെ നമ്മൾ ബിൽഡ് എന്നുള്ളത് വിർച്വലി ആൻഡ് സിംബോളിക്കലി ലൈക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിലും എല്ലാം. അപ്പം നമുക്ക് ഫോട്ടോസ് ആയാലും നമുക്ക് നമ്മളുടെ പിയർ ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്ത് ഫോട്ടോസ് ആയാലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയിരുന്നു കഴിഞ്ഞാൽ, ഡെഡിക്കേറ്റഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകാം.